നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ രംഗത്ത് സർക്കാർ സുശക്തമായ സംവിധാനം ഒരുക്കി മാതൃകയായെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. കോവിഡ് മഹാമാരിയെ സംസ്ഥാനം നേരിട്ടത് ഈ മികവ് കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹെൽത്തി കേരള ഹെൽത്തി തൃത്താല ക്യാമ്പയിന്റെ പൊതുസമ്മേളനം വെള്ളിയാങ്കല്ലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃത്താലയിലെ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾക്കെല്ലാം ഇപ്പൊ സ്വന്തമായ കെട്ടിടമായി. പണ്ട് ഈ ആയുർവേദ ഹോമിയോ ആശുപത്രികളെല്ലാം അവഗണിക്കപ്പെട്ടവയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ജനകീയാസൂത്രണം വന്നപ്പോഴാണ് ഒരു മാറ്റം വന്നത്. വാടക കെട്ടിടങ്ങളിൽ നിന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് മികച്ച സൗകര്യങ്ങളിലേക്ക് മാറാനുള്ള ഒരു തുടക്കം ജനകീയാസൂത്രണമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ ആയുഷ് മിഷൻ കേരള, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ നല്ല മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ആയുഷ് വകുപ്പ് ദേശീയ ആയുഷ് മിഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി മന്ത്രിയുടെ നേതൃത്വത്തിൽ തൃത്താല സെന്ററിൽ നിന്ന് വെള്ളിയാങ്കല്ല് വരെ ഹെൽത്തി വാക്കുമുണ്ടായിരുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഹെൽത്തി വാക്ക് ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളന ചടങ്ങിൽ പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ അധ്യക്ഷയായി. സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ PK കൃഷ്ണദാസ് പദ്ധതി വിശദീകരിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB വിപിലേഷ്, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മോഹനൻ, പരതൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC അലി ഇക്ബാൽ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M ശങ്കരൻകുട്ടി, പരതൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വഹീദ ജലീൽ, വാർഡ് മെമ്പർ TR ഷൈജു, സംഘാടക സമിതി കോർഡിനേറ്റർ ഡോക്ടർ V ജ്യോതിഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഭാരതപ്പുഴയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കളരിപ്പയറ്റ് പ്രദർശനം, സൂംബ ഡാൻസ് എന്നിവയുമുണ്ടായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉദ്ഘാടനം ചെയ്തു. നിർദ്ദേശങ്ങളെ ഒന്നുകൂടി നമുക്ക് ഇവിടെ അതൊന്നും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്തുകൊണ്ട് നമുക്ക് കരട് ഇപ്പോ ഒരു കരടായിട്ടുണ്ട്. ഈ കരടിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നവ, ആരെങ്കിലും നമ്മൾ വിട്ടുപോയി എന്ന് തോന്നുന്നവ, അത് രേഖാമൂലം നമ്മൾ ആരെങ്കിലും എഴുതി തരുന്ന മുറയ്ക്ക് അതുകൂടി ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയും. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ കരട് പദ്ധതികൾ നമ്മൾ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ്, അതിൽ നിന്നാണ് നമ്മൾ അടുത്ത വികസന പ്രവർത്തനങ്ങളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമാക്കിയിട്ടാണ് നമ്മൾ ഈ കരട് പദ്ധതി ഇവിടെ അവതരിപ്പിക്കുന്നത്. പുസ്തകം വൈസ് പ്രസിഡന്റ് ഫൗസിയ സൈദൽവി അധ്യക്ഷയായിരുന്നു. കരട് പദ്ധതി രൂപരേഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ KA റഷീദ് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ PP ഉണ്ണികൃഷ്ണൻ, ഫരീദ, ഹൈദ്രോസ്, സുമയ്യ നാസർ, ശ്രീവിദ്യ രാജേഷ്, ജയശങ്കർ കൊട്ടാരത്തിൽ, V അബ്ദുള്ളക്കുട്ടി, VK പ്രസന്ന, KV അബ്ബാസ്, M ശങ്കരൻകുട്ടി, അഡ്വക്കേറ്റ് PV സുവർണ തുടങ്ങിയവരും മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. കൂറ്റനാട് ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട 26.8 കോടി രൂപയുടെ ഭരണാനുമതിയായി സ്ഥലം ഏറ്റെടുക്കലിന് 13 കോടിയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 13.8 കോടിയുമാണ് അനുവദിച്ചത്. നിലവിൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപന ഉടമകൾ, സ്ഥലമുടമകൾ എന്നിവരുമായി മന്ത്രി M.B. രാജേഷ് ചർച്ച നടത്തി. സർവേ നടപടികളും ആരംഭിച്ചു. കൂറ്റനാട് സെന്ററിൽ നിന്ന് പെരുമ്പിലാവ്, പടിഞ്ഞാറങ്ങാടി, തൃത്താല, പട്ടാമ്പി എന്നീ 4 റോഡുകളിലേക്കും 300 മീറ്റർ നീളത്തിലാണ് പദ്ധതി. മീഡിയൻ, സിഗ്നൽ ലൈറ്റ് എന്നിവയും സ്ഥാപിക്കും. ബസ് ബേകളും വെയിറ്റിംഗ് ഷെഡുകളും നിർമ്മിക്കും. നവീകരണം പൂർത്തിയാകുന്നതോടെ കൂറ്റനാട് ടൗൺ മുഖച്ഛായ തന്നെ മാറും. കിഫ്ബി വഴി സംസ്ഥാനത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ജംഗ്ഷനുകൾ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി 300 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മന്ത്രി M.B. രാജേഷിന്റെ ഇടപെടലിലാണ് കൂറ്റനാട് ജംഗ്ഷൻ നവീകരിക്കാൻ തുക അനുവദിച്ചത്.
പട്ടാമ്പി കിഴായൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ബുധനാഴ്ച മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. 1,20,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പട്ടാമ്പി കിഴായൂർ ഗവൺമെന്റ് യു പി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പ്ലാൻ ഫണ്ടിൽ നിന്നും 1,20,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നാളെ രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ശിലാസ്ഥാപനം നിർവഹിക്കുക. മുഹമ്മദ് മോസിൻ എം.എൽ.എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 1990-കളിൽ ഒരു വലിയ പരിശ്രമം നടത്തിയതിനെ തുടർന്നാണ് ആ വിദ്യാലയത്തിന് 1 ഏക്കർ 20 സെന്റ് സ്ഥലം നാട്ടുകാർ വില കൊടുത്ത് മേടിച്ച് ഗവർണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വന്ന കെട്ടിടങ്ങളാണ് ഇന്ന് കിഴായൂർ സ്കൂളിനുള്ളത്. ഇന്നിപ്പോ ഈ പത്രസമ്മേളനം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ വിദ്യാലയത്തിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവം നാളെ നടക്കാൻ പോവുകയാണ്. ബഹുമാന്യനായ മുഹമ്മദ് മോസിൻ എം.എൽ.എയോട് കഴിഞ്ഞ 1.5 വർഷമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വിദ്യാലയത്തിന് പുതിയ ക്ലാസ് മുറികൾ വേണം. ഈ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് അവിടെ നിലവിലുണ്ടായിരുന്ന 4-5 ക്ലാസ് മുറികൾക്ക് അത് DPEP സ്പെസിഫിക്കേഷനിൽ കെട്ടിയതായതുകൊണ്ട് അംഗീകാരം നഷ്ടപ്പെടുകയും ക്ലാസ് മുറികൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അപ്പൊ സ്കൂൾ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം വന്നു. ഈ ഒരു സാഹചര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചപ്പോൾ വലിയ പരിശ്രമം അദ്ദേഹം നടത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത് 1,20,00,000 രൂപ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അതിന്റെ ശിലാസ്ഥാപന കർമ്മം നാളെ കേരളത്തിന്റെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, അദ്ദേഹത്തിന് പ്രയാസങ്ങളുകൊണ്ട് നേരിട്ട് വരില്ല, ഓൺലൈനിലാണ് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുക. സ്കൂളിന്റെ ഏറെക്കാലത്തെ ആവശ്യമാണ് പുതിയ കെട്ടിടം വേണമെന്നത്. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ശിലാസ്ഥാപന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി, മറ്റു കൗൺസിലർമാർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക പി. ശ്രീലത, എൻ. രാജൻ, എം. മുഹമ്മദ് അലി, എൻ. മുരളീധരൻ, കെ. മധുസൂദനൻ, പി. മധുസൂദനൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. നവോത്ഥാന നായകനായിരുന്ന VT ഭട്ടതിരിപ്പാടിന്റെ ജന്മനാടായ മേഴത്തൂരിൽ അനുസ്മരിച്ചു. VT സ്മാരക സമിതിയും മേഴത്തൂർ ഗ്രന്ഥാലയവും സംയുക്തമായി നടത്തിയ അനുസ്മരണം പി. ബിന്ദുവിന്റെ കവിതാ ആലാപനത്തോടെയാണ് തുടങ്ങിയത്. ഡോക്ടർ AR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TM നാരായണൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. VT നവോത്ഥാനത്തിന്റെ തീപ്പന്തം എന്ന വിഷയത്തിൽ അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി. KM രാധാകൃഷ്ണൻ, UK ഗോപാലകൃഷ്ണൻ, EV സേതുമാധവൻ, K. ജനാർദ്ദനൻ, MM പരമേശ്വരൻ, PM ഹരീശ്വരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തളി മഹല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ മഹല്ല് മിഷൻ 2027ന്റെ ഭാഗമായി നവീകരിച്ച ബദർ പള്ളിയുടെ ഉദ്ഘാടനം നടത്തി. സമസ്ത കേന്ദ്ര മുശാഫർ അംഗവും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഉസ്താദ് ഡോക്ടർ ബഹായുദ്ദീൻ മുഹമ്മദ് നദ്വി മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ 2ാം ഘട്ട നവീകരണ പ്രവർത്തനോദ്ഘാടനവും മഹലിന് കീഴിൽ ആരംഭിക്കുന്ന യമാമ ഖുർആൻ അക്കാദമിയുടെ ഉദ്ഘാടനവും മജ്ലിസുന്നൂർ വാർഷികവും ദിക്ർ ദുആ സമ്മേളനവും തളി HIM മദ്രസ ഹാളിൽ നടന്നു. തളി മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ നാസർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. തളി ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിൽ ഫാസിൽ ഹുദവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. HIM തളി സദർ മുഅല്ലിം അബ്ദുസമദ് അൻവരി മജ്ലിസുന്നൂറിന് നേതൃത്വം നൽകി. റമദാനിലേക്കൊരു മുന്നൊരുക്കം വിഷയത്തിൽ വടകര കക്കാട് ചീഫ് ഇമാം വാരിസ് അബ്ദുള്ള ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ കോടതി അഡ്വക്കേറ്റ് KA അബ്ദുൾ നിഷാദ് പരിപാടിക്ക് ആശംസകൾ നേർന്നു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ VV അഹമ്മദ്, TM അയ്യൂബ്, NS അബ്ദുറഹ്മാൻ, AA അലി, KK അബ്ദുസലാം, KK ഉമ്മർ, ഫാറൂഖ് സഖാഫി, KS അലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തളി മഹല്ല് ജനറൽ സെക്രട്ടറി TM നാസർ സ്വാഗതവും ട്രഷറർ TM അബൂബക്കർ നന്ദിയും പറഞ്ഞു. യമാമ ഖുർആൻ അക്കാദമി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ലൈഫ് മിഷൻ പുരസ്കാര നിറവിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനതലത്തിൽ 2ാം സ്ഥാനത്തിന് പഞ്ചായത്ത് അർഹത നേടി. ലൈഫ് മിഷൻ പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർവഹണം മികച്ച രീതിയിൽ നടപ്പാക്കിയതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പുരസ്കാരമാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന് തേടിയെത്തിയത്. സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനമാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. 2024-25 വർഷത്തിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. നിലവിൽ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാക്കാനായി.
അപേക്ഷ നൽകിയ 623 പേരിൽ ഭൂരിഭാഗം ആളുകളുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. മറ്റു ഗുണഭോക്താക്കളുടെ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. ഭൂമിയുള്ള അപേക്ഷകർക്കെല്ലാം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. വത്സലയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി. ഉണ്ണികൃഷ്ണനും പറഞ്ഞു. നിലവിൽ 54 പേർക്ക് സ്ഥലം ലഭ്യമാക്കിയിട്ടുണ്ട്. സൗജന്യമായി ലഭിച്ചതും പഞ്ചായത്ത് പണം നൽകി വാങ്ങിയതുമായ ഭൂമിയാണ് വീട് നിർമ്മിക്കുവാൻ നൽകിയത്. വാർഷിക പദ്ധതിയിൽ ഇതിനായി 60 ലക്ഷം രൂപ ചെലവഴിച്ചു. നേരത്തെ ജില്ലാതലത്തിലും ലൈഫ് മിഷൻ പദ്ധതിയിൽ പഞ്ചായത്തിന് പുരസ്കാരം ലഭിച്ചിരുന്നു. വീണ്ടും പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി. തണ്ണീർക്കോട് മമ്പുറം തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. കൂനമുച്ചി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഫളലൂർ റഹ്മാൻ അഹ്സനെ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് വി. മജീദ് അധ്യക്ഷത വഹിച്ചു. കപ്പൂർ മഹല്ല് ഖത്തീബ് നിസാർ നഹീം റംസാൻ സന്ദേശം നൽകി. മുഹാജിർ അഹ്സനി, കപ്പൂർ പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ മൻസൂർ കപ്പൂർ, ട്രസ്റ്റ് ചെയർമാൻ TPMK മൗലവി, കൺവീനർ അഷ്റഫ് പള്ളത്ത്, കോർഡിനേറ്റർ മമ്മു, ട്രസ്റ്റ് ഭാരവാഹികളായ TK ഷാജി, TP ബഷീർ, ഷൌക്കത്ത്, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. KSSPU പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനം കുലുക്കല്ലൂർ മുളയൻകാവിൽ സംഘടിപ്പിച്ചു. പെൻഷൻകാരുടെ പ്രകടനത്തോടെയായിരുന്നു സമ്മേളനം ആരംഭിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 34ാമത് പട്ടാമ്പി ബ്ലോക്ക് വാർഷിക സമ്മേളനമാണ് മുളയൻകാവിൽ വെച്ച് നടത്തിയത്. രാവിലെ പെൻഷൻകാരുടെ പ്രകടനത്തോടെയായിരുന്നു സമ്മേളനം ആരംഭിച്ചത്. മുളയൻകാവ് സെന്ററിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. തുടർന്ന് മുളയൻകാവ് SM റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക സമ്മേളനം മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറെ കുറഞ്ഞു വരുന്ന തലത്തിലേക്കാണ് തൊഴിൽ കോഡുകളുടെ ഭാഗമായി ഒക്കെ തന്നെ സംവിധാനങ്ങൾ പോയിട്ടുള്ളത്. റെയിൽവേയിൽ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലുകൾ പോസ്റ്റുകൾ ഉണ്ടായിട്ടും നികത്താതെ കിടക്കുന്നത് നമുക്കറിയാം. നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നികത്താതെ കിടക്കുന്നത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് PSC നിയമനങ്ങൾ വളരെ കുറഞ്ഞു വരുന്നത് നമുക്ക് കണ്ടാൽ അറിയാം. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ സംസ്ഥാനമല്ല കേരളം, ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന നാടുമല്ല കേരളം. പക്ഷേ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന PSC നിയമനങ്ങളിൽ 60% നടക്കുന്നത് ഈ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യം കേരളത്തിൽ മാത്രമാണ് നിയമനങ്ങൾ പലപ്പോഴും നടക്കുന്നത്. ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിലിടങ്ങളിലേക്ക് കയറാൻ കഴിയും. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ, ചില വകുപ്പുകളിൽ സ്വാഭാവികമായിട്ടും UGCയുടെ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലൊക്കെയുള്ള പോസ്റ്റുകൾ കുറഞ്ഞത്. അതിൽ ചില വകുപ്പുകളിൽ കുറഞ്ഞതിന്റെ പേരിൽ മൊത്തം കേരളത്തിൽ നിയമനം നടക്കുന്നില്ല. അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു തീരുമാനം കൊണ്ടല്ല ആ ഹയർ എഡ്യൂക്കേഷനിൽ നടക്കാത്തതെങ്കിലും മൊത്തത്തിൽ നടക്കുന്നില്ല എന്നുള്ളൊരു പ്രതീതി വരുത്തുന്ന ശ്രമങ്ങൾ മാധ്യമങ്ങൾ ചെയ്യുമ്പോഴും. ബ്ലോക്ക് പ്രസിഡന്റ് M. രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജനപ്രതിനിധികൾക്ക് ആദരവും നൽകി. കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരായ ജനപ്രതിനിധികളായ AP രാമദാസ്, P. വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ ആദരം ഏറ്റുവാങ്ങി. T. ശശിധരൻ, PN മോഹൻദാസ്, NP കോമളം, MP മുരളീധരൻ, NG പിള്ള തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റ് M. രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ കൗൺസിൽ യോഗവും ചേർന്നു. വേണു പെരുമടിയൂർ, NP കോമളം, AS വിജയൻ, P. അനിൽകുമാർ, P. സുധാകരൻ, M. രാമചന്ദ്രൻ, MK രാധ, M. കമല, P. മുഹമ്മദ് അലി, മൊയ്തീൻ ഷാ, M. ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.